അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുൻപേ തന്നെ പഞ്ചായത്തിന് മുൻപിൽ നാടകീയ രംഗങ്ങൾ. അതിരാവിലെ തന്നെ UDF അംഗങ്ങളും കൂറുമാറി LDF അംഗം നുസൈബ സുധീറും ചുങ്കത്തറ പഞ്ചായത്തിനുള്ളിലെത്തി. പുറത്ത് UDFന്റെ നേതാക്കളും പ്രവർത്തകരും തമ്പടിച്ചു. ഒപ്പം തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവറും സ്ഥലത്തെത്തി. പിന്നാലെ LDF അംഗങ്ങളും പ്രവർത്തകരും എത്തി. UDF അംഗങ്ങൾ പഞ്ചായത്തിന് മുമ്പിൽ നിന്ന് മാറണമെന്നാവശ്യപ്പെട്ട LDF പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റം. പിന്നാലെ LDF UDF പ്രവർത്തകർ തമ്മിൽ കൂട്ടയടി. അതിനിടെ കടയിലിരുന്ന PV അൻവറിനടുത്തേക്ക് ഒരാൾ പാഞ്ഞെടുത്തു. UDF പ്രവർത്തകർ അൻവർ ഇരുന്ന കടയുടെ ഷട്ടർ ഇട്ടു. അൻവറിനെ തോളിലേറ്റിയാണ് UDF പ്രവർത്തകർ പുറത്തു കടത്തിയത്. പത്തേ പത്തെന്നായിരുന്നു ചുങ്കത്തറ പഞ്ചായത്തിലെ കക്ഷിനില. പിന്നാലെ കൂറുമാറിയ നുസൈബ UDFന് അനുകൂലമായി വോട്ട് ചെയ്തതോടെ 11-9 മാറി. LDFന് ഭരണം നഷ്ടം. UDF ക്യാമ്പിൽ ആഘോഷം. LDF എന്താ പറഞ്ഞത്? അൻവർ പോയിട്ട് രോമം പോയിട്ടില്ല. രോമം പോയിട്ടില്ല, അത് ശരിയാണ്. ഇപ്പൊ മാനന്തവാടി പഞ്ചായത്ത് പോയി, പനമരം പഞ്ചായത്ത് പോയി. ഈ അവിശ്വാസം കൃത്യമായി വോട്ടുകൾ നടന്നാൽ ഇതും പോകും, ഇനിയും പലതും പോകും. അപ്പൊ രോമം പോയിട്ടില്ലെങ്കിലും അൻവർ അധ്വാനിച്ചുണ്ടാക്കി കൊടുത്ത കുറെ പഞ്ചായത്തുകളുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ ചുങ്കത്തറ പഞ്ചായത്തിലെ ഭരണനഷ്ടം CPMന് തിരിച്ചടിയാകുമ്പോൾ അത് ആഘോഷമാക്കുകയാണ് PV അൻവർ. LDFനോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് PV അൻവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. UDFന് സമ്മാനങ്ങൾ ഉണ്ടാകുമെന്നും അന്നേ പറഞ്ഞു. അത് തെളിയിച്ചുകൊണ്ടാണ് ചുങ്കത്തറ പഞ്ചായത്ത് തൻ്റെ ഇടപെടലിലൂടെ UDFന് സമ്മാനിക്കുന്നത്. ആ രാഷ്ട്രീയ പോരാട്ടം അൻവർ തുടരുക തന്നെയാണ്. ഒപ്പം ഇനി അൻവറിനെ സംരക്ഷിക്കേണ്ടത് UDFന്റെ കടമയാണെന്ന് പറഞ്ഞു വെക്കുന്നത് ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ചിത്രം തെളിയുന്നതിന് മുൻപേ തന്നെ രാഷ്ട്രീയ ചിത്രം വ്യക്തമായിരിക്കുകയാണ്. അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.